ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മാർച്ച് 1 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും ചെറിയ വ്ളോഗൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ ക്ലിപ്പൊക്കെ എടുക്കുന്നത് ഫെബ്രുവരി 28-നാണ്. ഈ ഒരു ബർത്ത്ഡേക്ക് എന്തായാലും ഫ്ലവേഴ്സ് മേടിക്കണം എന്ന് ഞാൻ മുന്നേ വിചാരിച്ചതായിരുന്നു. കാരണം പിൻട്രസ്റ്റിലൊക്കെ ഞാൻ ഡെസ്കുമ്പിൽ ഇങ്ങനെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ടേബിൾ മേലും അതേപോലെ വെക്കണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഡെസ്കുമ്പോൾ വെക്കാൻ ഫ്ലവേഴ്സ് മേടിച്ചു. അതേപോലെ തന്നെ 2-3 പ്ലാന്റ്സും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ഫ്ലവറായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് SM സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഇതെനിക്ക് ഇങ്ങനെ തന്നെ നിൽക്കണം എന്നായിരുന്നു. ഞാൻ അതുകൊണ്ട് അവരോട് ചോദിച്ചു ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം ഇത് ഡ്രൈ ആവാതെ നിൽക്കുമെന്നൊക്കെ. പക്ഷെ അവർ 1 വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി വാട്ടറിൽ ഇട്ടാലും അതിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ പോകാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ഡ്രൈ ഫ്ലവറായിട്ട് ഇങ്ങനെ ടേബിളിൽ വെക്കാമെന്നാണ്. അപ്പോൾ ഈ ഒരു കോർണറിലായിട്ടാണ് ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാമ്പിനൊക്കെ എടുത്ത് വെച്ചപ്പോൾ അത് വല്ലാതെ ഷോ കൊടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കോർണറിൽ വെക്കാമെന്ന്. പിന്നെ ടേബിളിലുള്ള ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ വാഷി ടേപ്പ് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. അതിന് ടേബിൾ മേക്ക് ഓവർക്ക് ചെയ്യുമ്പം അത് ആഡ് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു ടേബിൾമേ. അപ്പോൾ ഇപ്പം ടേബിളിൻ്റെ ലുക്ക് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ 2-3 ദിവസം മുന്നേ തന്നെ ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ട് ബർത്ത്ഡേക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി അങ്ങനെയൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു ലെറ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ന്യൂ ഇയറിനൊക്കെ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതിയില്ലേ, അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്ററും കൂടെ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഈ ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള പോലെ തോന്നി. കാരണം 20th ബർത്ത്ഡേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതേപോലെയാണ് ഞാൻ ലെറ്റർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നൈറ്റൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ഒരു 12 മണിയൊക്കെ വരെ ഞാൻ ഉറക്കമൊഴിഞ്ഞ് നിൽക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഉറങ്ങി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബർത്ത്ഡേൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങി നിൽക്കുന്നതാണ്. പിന്നെ അന്ന് നൈറ്റ് തന്നെ കേക്കും കട്ട് ചെയ്തു. വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഈ കാണിക്കുന്നതൊക്കെ. ബർത്ത്ഡേൻ്റെ അന്ന് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തൊന്നും പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോളേജിൽ ചെന്നിട്ട് മൺഡേ ആണ് പുറത്തൊക്കെ പോയത്. അപ്പോൾ ഇതായിരുന്നു ഫ്രണ്ട്സ് തന്നിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ്. ഫസ്റ്റ് തന്നെ 2 ഫോൺ കേസായിരുന്നു. ഞാൻ കുറേ ഈ ബോ ടൈപ്പ് കേസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് രണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചധികം ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ഹാൻഡ് ബാഗാണ്. മുന്നേ ഞാൻ വിഷൻ ബോർഡിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഹാൻഡ് ബാഗ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഹാൻഡ് ബാഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് സവാനേന്ന് എന്തോ ആണ് മേടിച്ചത് തോന്നുന്നുണ്ട്. കാരണം ടാഗ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പിന്നെ ആഡ് ചെയ്തിട്ടുള്ള ഐറ്റംസൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതായിരുന്നു. സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ലിപ് ബാം, സിറം ഒക്കെ ആയിരുന്നു. അത് മൊത്തം ഡീകൺസ്ട്രക്റ്റിൻ്റെ ആയിരുന്നു. മൊത്തമായിട്ട് പറഞ്ഞാൽ ഇത് ഫുള്ളും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഹാമ്പറിൽ ഉണ്ടായിരുന്നത് ഈ ഒരു പെർഫ്യൂം ആയിരുന്നു. അതും 2 എണ്ണം വരുന്നതാണ്. പിന്നെ ഇതിലുണ്ടായിരുന്ന ലാസ്റ്റ് ബോക്സ് പറഞ്ഞാൽ ഈ ഒരു ബോക്സ് ആണ്. ഇത് എന്താ സംഭവം എന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഇത് അൺബോക്സ് ചെയ്യുമ്പോഴാണ് ഞാനും ഇതാണ് സംഭവം എന്ന് കണ്ടത്. ഈ ഒരു ഇയറിലെ ജേണൽ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു ഈ ഒരു സൺലൈറ്റിൻ്റെ ലാമ്പ്. പിന്നെ ഇതേ സെയിം സാധനം തന്നെയായിരുന്നു ഞാൻ എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു റിമോട്ടും വരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിലുള്ള കളേഴ്സാണ്. ഇതിൻ്റെയൊക്കെ ലൈറ്റ് റൂമിലേക്ക് ഇങ്ങനെ വന്നപ്പം റൂമിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇനി കിട്ടിയ സാധനവും അതേപോലെ തന്നെ ഞാൻ പുറത്തൊക്കെ പോയത് വെച്ചിട്ട് ഒരു ബർത്ത്ഡേക്ക് ജേണൽ ചെയ്യാൻ വിചാരിച്ചു. മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള കാർഡും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ജേണൽ ചെയ്യുന്നത്. അപ്പോൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷീറ്റാണ്. അപ്പോൾ അതന്നെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വിചാരിച്ചു. അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ ലെറ്ററും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കേക്ക് മേടിച്ചപ്പോൾ അതിൻ്റെ ബോക്സിലുണ്ടായിരുന്നു ഒരു കേക്കിൻ്റെ പിക്ചർ. അപ്പോൾ അതും മറ്റേ പേജിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. ഗിഫ്റ്റ് കിട്ടിയപ്പോഴും അതേപോലെ തന്നെ ഈ ഒരു ജേർണലിംഗ് ഒക്കെ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് എന്തോ ഹാപ്പി ആയിരുന്നു. കൂടുതലും ഗിഫ്റ്റൊക്കെ കിട്ടിയതുകൊണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനത്തെയൊക്കെ കിട്ടണമെങ്കിലും ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കാണെങ്കിലും നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ആയിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ ഈ ഒരു ഇത് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഏകദേശം ജേർണലിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റിക്കറും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മാർച്ച് മന്തിൻ്റെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ജേർണൽ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയൊക്കെ ആയിരുന്നു ഈ ജേർണലിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഒക്കെ ചെയ്ത് സെറ്റായി വന്നപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പേജ് പറഞ്ഞാൽ ഇപ്പം ഇതാണ്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയും എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കും. കാരണം ഈ ഒരു ബർത്ത്ഡേൻ്റെ എല്ലാ ക്ലിപ്പും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.